ഭരണി. ഈശ്വരഭക്തിയും ധർമ്മബോധവും നീതിനിഷ്ഠയും ഉള്ളവരാണ് ഭരണി നക്ഷത്രക്കാർ. സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും അന്യന്മാരുടെയും വിദ്വേഷം പലപ്പോഴും ഇവർക്ക് സമ്പാദിക്കേണ്ടതായി വരുന്നു. അഭിമാനികളായി ഇവർ പെട്ടെന്ന് പ്രകോപിതരായിത്തീരും. അതുമൂലം നേരിടേണ്ടി വരുന്ന ലാഭനഷ്ടങ്ങൾ ഇവർ ശ്രദ്ധിക്കാറില്ല. സന്താനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നേട്ടം ഉണ്ടാകില്ല. ഇവരെ പ്രകോപിപ്പിക്കുവാൻ നിസ്സാര കാര്യം മതി. അഭിമാനികളായ ഇവർ ആരുടെ മുന്നിലും തലകുനിക്കാറില്ല. നയപരമായ പെരുമാറ്റം ഇവരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പൊതുജന സേവനത്തിനിറങ്ങിയാൽ വിജയിക്കുവാൻ കഴിയുമെങ്കിലും ശക്തമായ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് മാത്രമേ മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. എതിർപ്പുകളിൽ ഇവർ മാനസികമായി തകരുന്നു. എങ്കിലും ഇവർ സത്യത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കാറില്ല. ഇവരുടെ പ്രവൃത്തികളിൽ പലപ്പോഴും സ്വാർത്ഥത നിഴലിക്കുന്നത് കാണാം. അഹങ്കാരികളെന്ന് ഇവരെ മുദ്രകുത്തുമെങ്കിലും ശുദ്ധഹൃദയരും പാവങ്ങളുമായിരിക്കും. പിതാവിനേക്കാൾ മാതാവിനോടായിരിക്കും ഇവർക്ക് കൂടുതൽ സ്നേഹവും കരുതലും. ബാഹ്യമായി ധൈര്യശാലികളായി നടിക്കാറുണ്ടെങ്കിലും പെട്ടെന്ന് തകരുന്ന മനസ്സിനുടമകളാണിവർ. ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവരുടെ ജീവിതം. 30 വയസ്സിന്മേൽ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കും. കൂട്ടുകെട്ടിലുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളിൽ പെടാതിരിക്കാൻ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യ മത്സരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രദ്ധിക്കണം. വളരെയധികം സ്നേഹസമ്പത്തിന് ഉടമകളായിരിക്കും. പരിശ്രമശാലികളായ ഇവർ അജയ്യരായിരിക്കും. ദൈവസഹായത്താൽ ഇവർക്ക് അവിചാരിതമായി ഉണ്ടാകുന്ന ആപത്തിൽ നിന്ന് കരകയറാൻ സാധിക്കും. സദാ പ്രവർത്തന നിരതരാണെങ്കിലും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. പിണക്കം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവം ഇവർക്കില്ല. ഇവർ പെട്ടെന്ന് തന്നെ എല്ലാം മറന്ന് മാപ്പ് കൊടുക്കുന്നവരാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കുവാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. മുൻകോപികളും പിടിവാശിക്കാരുമായിരിക്കും. മുൻപിൽ നോക്കാതെയുള്ള ഇവരുടെ പ്രവൃത്തികളിൽ പലപ്പോഴും അബദ്ധത്തിൽ ചെന്ന് ചാടാറുണ്ട്. കുടുംബഭരണത്തിൽ സമർത്ഥകളായിരിക്കും. ഇവരുടെ ദാമ്പത്തിക ജീവിതം സന്തോഷപ്രദമായിരിക്കും. ഭരണി നക്ഷത്രത്തിൻ്റെ ദേവത യമനാണ്. ഗണം മാനുഷം, യോനി പുരുഷൻ, മൃഗം ആന, ഭൂതം ഭൂമി, പക്ഷി പുള്ള്, വൃക്ഷം നെല്ലി. ഭരണി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ശുക്രനാണ്. ശുക്രദശയിലാണ് ജനനം. തുടർന്ന് സൂര്യദശ 6, ചന്ദ്രദശ 10, കുജദശ 7, രാഹുദശ 18, വ്യാഴദശ 16, ശനിദശ 19, ബുധൻ 17 എന്ന ക്രമത്തിലാണ് ദശാകാലങ്ങൾ വരുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് രോഹിണി, തിരുവാതിര, പൂയം, വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകൾ ഇവർക്ക് അനുകൂലമല്ല. ശുഭകാര്യങ്ങൾക്ക് ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഭരണിക്ക് മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ മധ്യമരജു ദോഷമുള്ള നക്ഷത്രങ്ങളാണ്. ഭരണി നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ: സാഹസകൃത്യങ്ങൾ, ക്രൂരകർമ്മങ്ങൾ, വിഷസംബന്ധമായ കാര്യങ്ങൾ, ശത്രുസംഹാരം, വശീകരണം, ഖനനം എന്നിവയാണ്. സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷ നക്ഷത്രങ്ങൾ: കാർത്തിക, പുണർതം കാൽ, ആയില്യം, ചോതി, വിശാഖം, തൃക്കേട്ട, മൂലം, ഉത്രാടം, തിരുവോണം, ചതയം, പൂരുരുട്ടാതി, രേവതി. ശുക്രൻ നക്ഷത്രനാഥനാകയാൽ വജ്രം ധരിക്കാവുന്നതാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ ഫലങ്ങൾ: പണം അനാവശ്യ കാര്യങ്ങൾക്കായി ധൂർത്തടിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. ഭാര്യയ്ക്കൊപ്പം ഏറെ സമയം ചെലവഴിക്കും. ആരോഗ്യകാര്യം തൃപ്തികരമാണെങ്കിലും ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടും. വളരെക്കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ ശ്രമം നടത്തും. വ്യാപാരികൾക്ക് ചില്ലറ നഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ചയുണ്ടാകും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കഠിനമായി അധ്വാനിക്കേണ്ടതായി വരും. ബന്ധുമിത്രാദികളെ സഹായിക്കാൻ ശ്രമിക്കും. ലളിതമായ ജീവിതശൈലിക്ക് മാറ്റം വരുത്തും. വാഹനം ഉപയോഗിക്കുമ്പോൾ അല്പം അധിക ശ്രദ്ധ പുലർത്തണം. പരിഹാരമായി ഭദ്രകാളിയെ ഭജിക്കുക, ക്ഷേത്രദർശനം നടത്തുക. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ ഫലങ്ങൾ: പോലീസ് കേസുകളിൽപ്പെടാൻ സാധ്യതയുണ്ട്. മനോവിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും. വ്യാപാരികൾക്ക് ഉയർച്ച അനുഭവപ്പെടും. സന്താനപ്രാപ്തിയുണ്ടാകും. ആരോഗ്യം അത്ര തൃപ്തികരമായിരിക്കില്ല. മുൻകോപത്തിനടിമയാകും.
വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. സന്താനങ്ങളുടെ വിവാഹക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഏറ്റെടുത്ത കാര്യങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിക്കാൻ ശ്രമിക്കും. വ്യാപാര ആവശ്യത്തിനായി ദീർഘദൂര യാത്രകൾ നടത്തും. ഉദ്യോഗസ്ഥർക്ക് നല്ല സമയമാണ്. വിദ്യാർത്ഥികൾ കൂടുതൽ മികച്ച കോഴ്സുകൾ കണ്ടെത്തും. സഹജമായ കഴിവുകൾക്ക് പ്രശംസ ലഭിക്കും. പരിഹാരമായി സർപ്പദൈവങ്ങൾക്ക് നൂറും പാലും നടത്തുക. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കുടുംബത്തിൽ അല്ലറ ചില്ലറ കലഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ്. ആഗ്രഹിച്ച ജോലിയിൽ തന്നെ പ്രവേശിക്കുവാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചു പറ്റുക. സ്വകാര്യ ജീവിതത്തിൽ ചില താളപ്പിഴകൾ സംഭവിച്ചു എന്ന് വരാം. പുതിയ വാഹനം, വീട് എന്നിവ സ്വന്തമാക്കും. കൂട്ടുകച്ചവടം വലിയ നഷ്ടത്തിൽ കലാശിച്ചതിനാൽ അതിൽ നിന്ന് പിന്മാറും. ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ടതായി വരും. ഇത് മാനസിക സംഘർഷത്തിനിടയാക്കും. കാർഷിക മേഖല വിപുലീകരിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കും. പരിഹാരമായി വിഷ്ണുവിന് കദളിപ്പഴം നിവേദിക്കുക. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ ഫലങ്ങൾ. ധനനഷ്ടം ഉണ്ടാകുവാൻ സാധ്യത. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ നീണ്ടുപോകും. സ്ത്രീകൾ സാമ്പത്തിക നേട്ടം കൈവരിക്കും. മികച്ച രീതിയിൽ പുതിയ സംരംഭം നടത്തിക്കൊണ്ടു പോകുന്നതിനാൽ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റും. ദേവാലയങ്ങൾ സന്ദർശിക്കും. പണം വരവിൽ കവിഞ്ഞ് ചെലവിടുന്നതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും. അതിനാൽ ലോണുകളും മറ്റും എടുക്കേണ്ടതായി വരും. വ്യാപാരത്തിൽ ചില്ലറ ഇടിവ് അനുഭവപ്പെടും. അലച്ചിലും അനാവശ്യ യാത്രകളും വേണ്ടിവരും. സന്താനങ്ങളുടെ കാര്യത്തിൽ മനോവിഷമം അനുഭവിക്കും. സർക്കാരിൽ നിന്ന് ആനുകൂല്യം നേടിയെടുക്കുവാൻ കാലതാമസം നേരിടും. പരിഹാരമായി ചാമുണ്ഡി, ഗണപതി എന്നിവരെ പ്രാർത്ഥിക്കുക.